ഹലോ ഫ്രണ്ട്സ്, മാസ്റ്ററിംഗ് നേഴ്സിംഗ് കൺസെപ്റ്റ്സ് എന്ന കോഴ്സ് ആരംഭിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. എൻ്റെ കൂടെ ഉള്ളത് ഡോക്ടർ ഷമീർ ഷൈനുദ്ദീൻ, മെഡിക്കോസിൻ്റെ ഹെഡാണ്. മെഡിക്കോസും PSC ടോക്സും ചേർന്നുകൊണ്ടാണ് ഈ ഒരു പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാം തുടങ്ങി നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണും. എങ്കിൽ പോലും കുറേയധികം ക്വറീസ് നമുക്ക് വരുന്നുണ്ട്. ഡോക്ടേഴ്സിനാണെങ്കിലും കുറേ ക്വറി വരുന്നുണ്ടാവും. പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് എന്താണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ, അതുപോലെ ഏജ്, ഏതൊക്കെ എക്സാംസ് എഴുതാൻ പറ്റും, അങ്ങനത്തെ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഏതൊക്കെ എക്സാംസ് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ ഏതായാലും ഈ ഒരു കോഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. അതിനുശേഷം ഡോക്ടർ നമുക്ക് വേണ്ടി ഓരോ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് വ്യക്തമായിട്ട് പറയും. ഓക്കെ, ഇതിൽ ഈ മാസ്റ്ററിംഗ് നേഴ്സിംഗ് കൺസെപ്റ്റ് ഉള്ള ഒരു കോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഈ ഗവൺമെൻറ് ജോലികളെന്ന് നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, ഇതിൽ പ്രധാനപ്പെട്ട ഗവൺമെൻറ് നേഴ്സ് ജോലികളാണ് അല്ലെങ്കിൽ ഗവൺമെൻറ് പോസ്റ്റുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒന്ന് തീർച്ചയായിട്ടും PSCയുടെ സ്റ്റാഫ് നേഴ്സാണ്, അതായത് കേരള PSCയുടെ സ്റ്റാഫ് നേഴ്സ് കോഴ്സുകളാണ്. രണ്ടാമതുള്ളത് അതർ സ്റ്റേറ്റ് PSC സ്റ്റാഫ് നേഴ്സസ്, അതായത് കേരളം, തമിഴ്നാട്, കർണാടക പോലുള്ളത്. പിന്നെ അത് മറ്റൊന്നുള്ളത് എയിംസിൻ്റെ എക്സാമാണ്, എയിംസിൻ്റെ നോർസെറ്റ് എക്സാം, എയിംസ് നേഴ്സിംഗ് ഓഫീസറാണുള്ള എക്സാം. മറ്റൊന്നുള്ളത് റെയിൽവേ സ്റ്റാഫ് നേഴ്സിൻ്റെ എക്സാം ഉണ്ട്. അതുപോലെ MNS മിലിറ്ററി നേഴ്സിംഗ് ഓഫീസർ എക്സാംസ്. അതുപോലെ ആർമി, അത് തന്നെയാണ് ആർമി നേഴ്സിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. പിന്നെ മറ്റുള്ള ESI, ഇപ്പോൾ അതിൻ്റെ എക്സാം നടക്കാൻ പോവുകയാണ്, ESI എക്സാംസ്. മറ്റുള്ളത് കേരള PSC തന്നെ DME എക്സാംസ്. ഓക്കെ, അപ്പോൾ ഡോക്ടർ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ, എന്താണ് ഇതിൻ്റെ യോഗ്യത, എന്താണ് ഇതിൻ്റെ സിലബസ്, ഇതിന് ഇനി ഇത്രയും എക്സാം, ഞാനിപ്പോൾ ഒരു 6-8 എക്സാം പറഞ്ഞു, ഈ എക്സാമിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു സിലബസ് എല്ലാവർക്കും കോമൺ ആണോ, ഈ കാര്യങ്ങൾക്ക് നമ്മൾ അറിയാൻ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടറിന് സംസാരിക്കാം. ചിലപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നഴ്സിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അബ്രോഡിലേക്ക് പോവാം, എങ്കിലേ രക്ഷയുള്ളൂ എന്നൊരു മൈൻഡ് സെറ്റ് ആണ് ഇപ്പോൾ കൂടുതലും വരുന്നത്. പക്ഷെ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ നാട്ടിൽ തന്നെ നിന്നുകൊണ്ട് നല്ലൊരു ജോലിയിലേക്ക് എങ്ങനെ എത്തിപ്പെടാം, അതിലേക്കാണ് നമ്മളവരെ സഹായിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ എല്ലാ എക്സാംസും മാക്സിമം നമ്മുടെ ഇന്ത്യക്കകത്ത് തന്നെ നിന്നുകൊണ്ട് ഒരു നഴ്സിംഗ് പൊസിഷനിൽ ടോപ്പിലേക്ക് എത്താനുള്ള എക്സാംസ് ആണ് ഈ ഒരു എക്സാംസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സോ അപ്പോൾ ഇതിന്റെ സിലബസ് എന്ന് പറയുമ്പോഴത്തേക്കും ആൾമോസ്റ്റ് സെയിം സിലബസ് തന്നെയാണ് എല്ലായിടത്തും വരുന്നത്. ആ ഒരു എക്സാം പാറ്റേണിൽ മാത്രമേ കുറച്ച് ഡിഫറൻസ് വരുന്നുള്ളൂ. ആ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആവുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ അവർക്ക് ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ പറ്റും, ആ ഒരു എക്സാംസ് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. സോ അപ്പോൾ നമുക്ക് ഈ എക്സാംസിനെ കുറിച്ച് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസിന്റെ എക്സാം ആണ് നോർസെറ്റ് എന്ന് പറയുന്നത്. അതായത് നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെന്റ് കോമൺ എലിജിബിലിറ്റി ടെസ്റ്റ് എന്നാണ് നമ്മൾ അതിനെ പറയാറ്. അതാണ് എയിംസിന്റെ നഴ്സിംഗ് ഓഫീസർ എക്സാമിലേക്ക് അതിന്റെ ഷോർട്ട് ഫോം ആയിട്ടാണ് നമ്മൾ ഈ നോർസെറ്റ് എന്ന് പറയുന്നത്. അതിൽ വരുന്നത് ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 30 വയസ്സ് വരെയേ ഉള്ളൂ. 18 മുതൽ 30 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അതായത് അതിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാ എക്സാംസിനും ഒറ്റൊരു എക്സാമേ ഉള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടെ പ്രിലിംസും മെയിൻസും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് പറയുമ്പോൾ ഞാൻ വേറെ കാര്യമായിട്ട് പറയണം, ഇവിടെ 2 ഘട്ടം കഴിഞ്ഞാലും സ്റ്റാർട്ടിംഗ് സാലറി തന്നെ വളരെ ഹൈ ആണ്. 80,000 എബോവ് ആണ് സ്റ്റാർട്ടിംഗ് സാലറി തന്നെ. അതായത് നഴ്സിംഗ് ഓഫീസറാണ്, സെൻട്രൽ ഗവൺമെന്റ് ഡൂപേ സർവീസ് പോലെ തന്നെ വരുന്ന ഒരു ഹെൽത്ത് സർവീസ് ആയിട്ടാണ് ഇത് വരുന്നത്. അതുകൊണ്ട് 2 ഘട്ടം നടത്തിയാലും നഷ്ടമൊന്നുമില്ലല്ലോ. അതെ, 2 എക്സാംസ് എഴുതി കഴിഞ്ഞാലും ആ ഒരു സ്റ്റാർട്ടിംഗ് സാലറി തന്നെ ആ ഒരു ലെവലിലേക്ക് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്കത് വലിയൊരു ടാസ്ക് ആയിട്ട് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. സോ അപ്പോൾ അതിന്റെ നമ്മൾ സിലബസ് നോക്കുകയാണെങ്കിൽ ഈ നമ്മുടെ നഴ്സിംഗ് സബ്ജക്ട്സ് വരുന്നുണ്ട്. അതായത് അനാട്ടമി, ഫിസിയോളജി, ഗൈനക്കോളജി, ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ്, സർജിക്കൽ നഴ്സിംഗ്, മെന്റൽ ഹെൽത്ത് നഴ്സിംഗ്, ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അത് എല്ലാ നഴ്സിംഗ് എക്സാംസിനും നമ്മൾ കോമൺ ആയിട്ട് കാണുന്നൊരു, അത് അവർ തിയറി പാർട്ടിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വന്നാൽ മതി. ബാക്കി അവർ എക്സ്ട്രാ കുറച്ച് എഫേർട്ട് ഇടേണ്ട കാര്യങ്ങൾ ജനറൽ ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും ആപ്റ്റിറ്റ്യൂഡ്, അതായത് മെന്റൽ റീസണിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവർ ഇവിടെ കോമ്പറ്റീറ്റ് ചെയ്യണം. ഒന്ന് എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് ഒന്നൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് അവർക്ക് ആ ഒരു പോർഷൻസ് കവർ ചെയ്യാൻ പറ്റും. സോ അതിൽ വരുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു കൊളാബറേഷൻ, അതായത് മെഡിക്കോസ് എന്നുള്ളത് ടെക്നിക്കൽ സൈഡിൽ വളരെ സ്ട്രോങ് ആണ്. PSC ടോക്സ് ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ ജനറൽ നോളജ് സൈഡിൽ സ്ട്രോങ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ കൊളാബറേഷൻ ഏറ്റവും വലിയ സാധ്യത അത് തന്നെയാണ്. അതെ, ഉറപ്പായിട്ടും സാർ പറഞ്ഞ പോലെ തന്നെ മെഡിക്കോസും PSC ടോക്സും വരുമ്പോഴത്തേക്കും അവർ ആ ഒരു ജനറൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ജനറൽ അവയർനെസ്, ജനറൽ നോളജിനെ കുറിച്ച് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് PSC ടോക്സ് എന്ന് പറയുന്നത്. അവരുടെ നഴ്സിംഗ് കൺസെപ്റ്റ്, അതായത് മെഡിക്കലി ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ് മെഡിക്കോസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് അത് ആ ഒരു 2 ആസ്പെക്ട്സിലും അവർക്ക് നല്ലൊരു രീതിക്കുള്ള ട്രെയിനിങ് കിട്ടും എന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. സോ അപ്പോൾ നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ആണ് നോസെറ്റിന് വരുന്നത്. അതിൽ 80% ക്വസ്റ്റ്യൻസും
നമ്മുടെ ടെക്നിക്കൽ ആയിട്ടുള്ള നഴ്സിംഗ് കൺസെപ്റ്റ്സിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, മെഡിക്കലി ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ ബാക്കി 20% ആണ് ഈ ജനറൽ ഇംഗ്ലീഷും മെന്റൽ റീസണിങ്ങും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏജ് ലിമിറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 18 to 30, അതായത് 30 വയസ്സ് വരെയാണ് അതിൻ്റെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ പറഞ്ഞത് പ്രിലിംസും മെയിൻസും ആണ്. അപ്പോൾ പ്രിലിംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ക്വാളിഫൈ ആവുന്നവർക്ക് മെയിൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ ആ ഒരു ലിസ്റ്റിലേക്ക് വരുന്നത്, ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നത്. അതാണ് നോർസെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, സോ അപ്പോൾ വേറൊരു എക്സാംസിനും അങ്ങനെ നമ്മൾ പ്രിലിംസും മെയിൻസും കാണുന്നില്ല. രണ്ടാമത്തെ എക്സാം ആണ് MNS, അതായത് ആർമി നഴ്സിംഗ് ഓഫീസർ അല്ലെങ്കിൽ മിലിറ്ററി നഴ്സിംഗ് സ്റ്റാഫ് എന്ന് നമുക്ക് പറയാം. അവിടെയും നമുക്ക് എന്താണ് കുറച്ച് ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എക്സാം ആണ്. അവിടുത്തെ ഏജ് ലിമിറ്റ് വരുന്നത് 35, അപ് ടു 35 ഇയേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. സോ 21 to 35 ആണ്. അതായത് നമ്മുടെ ഒരു നഴ്സിംഗ് ഓഫീസർ ആയിട്ടൊരു മിലിറ്ററിയിലേക്ക്, അതായത് നല്ലൊരു ആർമി ഓഫീസറിന്റെ ആ ഒരു തതുല്യമായിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് എത്താനുള്ള നഴ്സിംഗ് പോസ്റ്റാണ് MNS എന്ന് പറയുന്നത്. സോ അതിൽ വരുമ്പോഴത്തേക്ക് സബ്ജക്ട്സിൽ ചെറിയ വേരിയേഷൻസ് വരുന്നുണ്ട്. അവിടെ പോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നഴ്സിംഗ് സബ്ജക്ട്സിന് കൂടാതെ എന്താണ് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ബേസിക് സയൻസ്, അതായത് ബേസിക് സയൻസിലെ സബ്ജക്ട്സ് ആയ ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും കൂടി നമുക്ക് അവരവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജനറൽ ഇന്റലിജൻസും കൂടി, അതായത് നമ്മൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ള രീതിക്കുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അതായിരിക്കും അവിടെ വരുന്നത്. സോ ആ ഒരു ചേഞ്ച് ആണ് നമ്മൾ MNS മെയിനായിട്ട് വരുന്നത്. അതായത് ബാക്കി സബ്ജക്ട്സ്, നഴ്സിംഗ് സബ്ജക്ട്സ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കൂടി അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ജനറൽ ഇംഗ്ലീഷ് ആൻഡ് ഇന്റലിജൻസ് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതെ, ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു ഹൈലൈറ്റ്, ഇതൊക്കെ ഡോക്ടർ ഈ ഒരു ടെക്നിക്കൽ കാര്യങ്ങൾ പറഞ്ഞു. ഏറ്റവും വലിയ ഹൈലൈറ്റ് നിങ്ങൾ ഈ കാണുന്ന ഒരു ഇമേജ് കാണുന്ന പോലെ ഈ കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ വെച്ച് ആർംഡ് മെഡിക്കൽ ഫോഴ്സസിന്റെ ഒരു പരേഡ് ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ടൈം ഓൾ വിമൻ പരേഡ്, അതായത് നഴ്സിംഗ് ഓഫീസേഴ്സിൽ എല്ലാം ഓൾ വിമൻ പരേഡ് ഈ പ്രാവശ്യം നടത്തപ്പെട്ടു. അപ്പോൾ അതായത് ഇനി നിങ്ങൾ നന്നായിട്ടൊന്ന് അധ്വാനിച്ച് പഠിച്ചാൽ ആർമി മെഡിക്കൽ കോർപ്സിന്റെ ഭാഗമായി നഴ്സിംഗ് ഓഫീസറായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. ജസ്റ്റ് ഒരു 100 മാർക്സിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. 100 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. മൾട്ടിപ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് നേടിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് തന്നെ അതായത് JCO. അപ്പോൾ JCO ആയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നഴ്സിംഗ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യുന്നു, ജൂനിയർ കമ്മീഷൻ ഓഫീസറായിട്ട് ജോയിൻ ചെയ്യുന്നു. പിന്നീട് അവിടെ തൊട്ട് മുകളിലേക്ക് ഈവൻ അപ് ടു ബ്രിഗേഡിയർ പൊസിഷനിൽ ആ ഒരു ലെവൽ വരെ നിങ്ങൾക്ക് എത്താൻ പറ്റും, അതായത് ഈ ആംഡ് മെഡിക്കൽ കോർപ്സിൽ. അപ്പോൾ അതുകൊണ്ട് വലിയൊരു സാധ്യതയാണ് ഒരു ആർമി പൊസിഷനിലേക്ക് എത്തുക. തീർച്ചയായിട്ടും ഒരു അഭിമാനകരമായ കാര്യമാണ്. ഒപ്പം തന്നെ അതിൻ്റെ എല്ലാ ഫെസിലിറ്റീസും അത് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ് ആർമി ഫെസിലിറ്റീസ് എത്രത്തോളം ഉണ്ടെന്ന്. തീർച്ചയായിട്ടും ഇതിലേക്കുള്ള എല്ലാ കോച്ചിങ്ങും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് MNS കുറിച്ച് പറയാനുണ്ടായിരുന്നത്. അതിൽ ഒരു സബ്ജക്റ്റിൽ വരുന്ന ഒരു സിലബസിൽ വരുന്ന ചെറിയൊരു വേരിയേഷനും പിന്നെ ഏജ് ലിമിറ്റും ആണ്. നമ്മൾ അപ് ടു 35 ഇയേഴ്സ് മാത്രമേ നമുക്ക് MNS ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് RRB, അതായത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ നഴ്സിംഗ് സ്റ്റാഫ് എക്സാമിനേഷൻ. സോ അത് നമ്മുടെ നോർമൽ മറ്റേ PSC എക്സാംസിനൊക്കെ പോലെ തന്നെ കോമൺ ആയിട്ട് തന്നെയാണ്. ഏജ് ഗ്രൂപ്പ് അപ് ടു 40 ഇയേഴ്സ് ആണ് വരുന്നത്. OBC ആണെങ്കിൽ 3 ഇയേഴ്സ് ഇളവുണ്ട്, അതുകൊണ്ട് തന്നെ 43 ഇയേഴ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അത് SC/ST ആണെങ്കിൽ 5 ഇയേഴ്സിന്റെ ആ ഒരു ഇതുണ്ട്. ദെൻ അതിന്റെ സബ്ജക്ട്സ് നോക്കുകയാണെങ്കിൽ അതിന്റെ ക്വാളിഫിക്കേഷൻ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ BSc നഴ്സിംഗ് ആണ്. 4 ഇയേഴ്സിന്റെ അല്ലെങ്കിൽ 3 ഇയേഴ്സിന്റെ BSc നഴ്സിംഗ് അവർ ക്വാളിഫൈഡ് ആയിരിക്കണം. അതിന്റെ മെഡിക്കൽ കൗൺസിലിന്റെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. സോ അതാണ് വരുന്നത്. അതുപോലെ തന്നെ GNM, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് RRB എന്ന് പറയുന്നത്. സിലബസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു നഴ്സിംഗിന്റെ സിലബസ് നമ്മുടെ കേരള PSCയിലൊക്കെ വരുന്ന പോലെ തന്നെ അനാട്ടമി, ഫിസിയോളജി, OBG അങ്ങനത്തെ സബ്ജക്ട്സ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. പിന്നെ ജനറൽ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ്, അതുപോലെ ജനറൽ അവയർനെസ്, മെന്റൽ എബിലിറ്റി അതും കൂടി വരുന്നുണ്ട്. അതായത് 80-20 എന്നുള്ള റേഷ്യോയിലാണ്. ടെക്നിക്കൽ പാർട്ട് 80%, 20% നോൺ ടെക്നിക്കൽ, അങ്ങനെയാണ് RRBക്ക് വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് ESIC, അതായത് ഇപ്പോൾ ലാസ്റ്റ് May 7th ഈ ഒരു ESICയുടെ ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ടായത്. ഡെഡ് ഡേറ്റ് എന്നായിരുന്നു. സോ അപ്പോൾ ESIC എന്ന് പറയുമ്പോഴത്തേക്കും ഒരു UPSC ലെവൽ, സെൻട്രൽ ഗവൺമെന്റിന്റെ തന്നെ നല്ലൊരു പോസ്റ്റിലേക്ക് എത്താൻ പറ്റുന്ന ഒരു UPSC ലെവൽ എക്സാമിനേഷൻ ആണ്. UPSC കണ്ടക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ്. സോ അപ്പോൾ അതിന്റെ എലിജിബിലിറ്റി അവർ പറഞ്ഞിട്ടുള്ളത് 4 ഇയേഴ്സ് ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം, അല്ലെങ്കിൽ 1 ഇയർ എക്സ്പീരിയൻസ് വിത്ത് ജനറൽ GNM, അതായത് 4 ഇയേഴ്സ് ഉള്ള BSc നഴ്സിംഗ് കഴിയുക, അല്ലെങ്കിൽ GNM വിത്ത് 1 ഇയർ എക്സ്പീരിയൻസ് ആണ് അവർ പറയുന്നത്. എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുള്ള RRBയിലാണ്. മറ്റേത് രണ്ടും ഫ്രഷേഴ്സിന് വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. പിന്നെ ഇവിടുത്തെ ഏജ് ലിമിറ്റ് 18 to 30 ഇയേഴ്സ് ആണ്. 30 വയസ്സ്
വരെയാണ് ESIC-യിലും അവർ പറയുന്ന ഏജ് ലിമിറ്റ്. സിലബസ് ഓൾമോസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓരോ എക്സാംസിലും കുറച്ച് 1-2 എക്സാംസ്, അതായത് നോസെറ്റും MNS-ഉം ആ രണ്ടിലും മാത്രമേ കുറച്ചൊരു ഡിഫറൻസ് വരുന്നുള്ളൂ. ബാക്കി എല്ലാത്തിനും സെയിം സിലബസ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു എക്സാം എന്നുള്ള രീതിക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ എല്ലാ എക്സാംസിനും കോമൺ ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. സോ നെക്സ്റ്റ് എക്സാം എന്ന് പറയുമ്പോഴത്തേക്ക് KPSC, അതായത് നമ്മുടെ കേരള PSC-യുടെ സ്റ്റാഫ് നഴ്സ്, അതായത് ഗ്രേഡ് 2 ആ ലെവലിലേക്കൊക്കെ കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അതിന്റെ ഏജ് ലിമിറ്റ് അപ് ടു 44 ഇയേഴ്സ് വരെ നമുക്ക്. ഞാനപ്പോൾ അവിടെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നല്ല, അപ്പോൾ ഇവിടെ നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റുകളെ കുറിച്ചൊക്കെ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് കേരള PSC നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഡിഫറൻസ് ഇത് മാത്രമാണ്. സെൻട്രൽ ഗവൺമെന്റിലേക്ക് വരുമ്പോൾ അവിടെ ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്, ഒപ്പം തന്നെ ലൈക്ക് 20% ഫോർ ദ നോൺ ടെക്നിക്കൽ, അതായത് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും, ഇംഗ്ലീഷ് ഉണ്ടാവും, ജനറൽ നോളജ് ഉണ്ടാവും. അതായത് ഒരു 100% നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ അതിൽ 80% ടെക്നിക്കലാണ്. ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ നഴ്സിംഗ് തന്നെ. പക്ഷേ ബാക്കി ആ 20% ഈ ഒരു നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഏരിയ നമ്മൾ കവർ ചെയ്യണം. ഇതാണ് സെൻട്രൽ ഗവൺമെന്റ് കോമൺ ആയിട്ടുള്ള. അത് MNS ആവാം, അതായത് മിലിറ്ററി നഴ്സിംഗ് ആവാം, എയിംസ് ആവാം, അല്ല ESIC ആവാം, അതല്ലെങ്കിൽ റെയിൽവേ ആവാം. ഇതിലെല്ലാം നമ്മൾ ഒരു കോമൺ പാറ്റേൺ നമുക്ക് കാണാം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഭൂരിഭാഗം റെയിൽവേയിൽ അപ് ടു 40 ഇയേഴ്സ് ഉണ്ട്. ബാക്കി സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റുകളൊക്കെ ഒരു 30-35 ഏജ് വരെയുള്ളൂ. പക്ഷേ കേരള PSC-യിലേക്ക് വരുമ്പോൾ ഒരു ഏറ്റവും വലിയ ഡിഫറൻസ് ഡോക്ടർ പറയും, എങ്കിൽ പോലും ഞാൻ എടുത്തു പറയാണ്, ഈ കേരള PSC ഒൺലി ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ ഒരു കാര്യം ഇവിടെ ഉണ്ടാവില്ല. അതായത് നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ഇംഗ്ലീഷ്, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, അതുപോലെ തന്നെ മറ്റ് ജനറൽ നോളജ്, ഇതൊന്നും കേരള PSC-യിൽ കംപ്ലീറ്റ്ലി ടെക്നിക്കലാണ്. നേഴ്സിംഗ് ഏരിയ മാത്രമേ ചോദിക്കുള്ളൂ. രണ്ടാമത്തെ പ്രത്യേകത, കേരള PSC-യിൽ ഡേറ്റ്, അതായത് ഏജ് ലിമിറ്റ് ഉള്ളത് അപ് ടു 44 ഇയേഴ്സ് വരെ ഉണ്ട്. അതായത് സ്റ്റാഫ് നഴ്സ് ഡേറ്റ് 2 എന്നുള്ളത് 44 ഇയേഴ്സ് വരെ ഉണ്ട്. ചില ഇതിലൊക്കെ അത് 36-40, അതായത് പല പോസ്റ്റ്, നഴ്സിംഗ് അസിസ്റ്റന്റ് ഉണ്ട്, സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് 2 ഉണ്ട്, DME ഉണ്ട്, DHS. അപ്പോൾ ഇതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഏജ് ലിമിറ്റ് ആണ്. എങ്കിൽ പോലും കേരള PSC കമ്പാരിറ്റീവ്ലി ഏജ് ലിമിറ്റ് ഹയർ ആണ്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തു പറയാണ്. ഡോക്ടർ എന്നാൽ കണ്ടിന്യൂ ചെയ്യാം. സോ അപ്പം സാർ പറഞ്ഞ പോലെ തന്നെയാണ് കേരള PSC-യുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഏജ് ലിമിറ്റ് തന്നെയാണ്. അപ് ടു 44 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് കേരള PSC-യുടെ സ്റ്റാഫ് നഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിലുള്ള വേറൊരു ഇതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിലബസ് സെയിം തന്നെയാണ്. പിന്നെ നമുക്ക് ഇതിന് മുന്നേ ഉണ്ടായിരുന്ന സ്റ്റാഫ് നഴ്സിന്റെ എക്സാമിനൊക്കെ സാർ പറഞ്ഞ പോലെ ജനറൽ നോളജും കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സിവിൽ റൈറ്റ്സ്, അങ്ങനത്തെ കുറച്ച് പോർഷൻസ് നമുക്ക് നോൺ ടെക്നിക്കൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിരുന്നു. ഇപ്പൊ റീസെന്റ് ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരള PSC ആ ഒരു ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഫുള്ളി ഒരു 100 മാർക്സിന് എന്ത് തന്നെയാണ് നഴ്സിംഗ് എന്നുള്ള രീതിക്ക് മാത്രമേ, ഇപ്പോൾ മെഡിക്കൽ ഏതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ആ ഒരു മെഡിക്കൽ രീതിക്കുള്ള ടെക്നിക്കൽ പാർട്സ് മാത്രമേ ഉള്ളൂ. മുന്നേ ഏതൊരു എക്സാം മെഡിക്കലി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊരു നോൺ ടെക്നിക്കൽ പാർട്ട് ഒരു 20% അല്ലെങ്കിൽ 30% ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ ആ ഒരു ട്രെൻഡ് മാറി വരികയാണ്. സോ ഇപ്പോൾ ഫുള്ളി ടെക്നിക്കൽ എന്നുള്ള രീതിക്കാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അനാട്ടമി ആൻഡ് ഫിസിയോളജി, ബിഹേവിയറൽ സയൻസ്, സൈക്കോളജി, സോഷ്യോളജി, ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ്, സർജിക്കൽ നഴ്സിംഗ്, കമ്മ്യൂണിറ്റി നഴ്സിംഗ്, ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ്, ഇതൊക്കെ നമ്മുടെ ഏതൊരു നഴ്സിംഗ് എക്സാമിന് പോയി കഴിഞ്ഞാലും പഠിക്കേണ്ട സബ്ജക്ട്സ് ആണ് ഈ പറഞ്ഞിട്ടുള്ള എല്ലാം. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ട് തന്നെ കോമൺ ആയിട്ട് ഈ പറഞ്ഞിട്ടുള്ള മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ എക്സാംസിനും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ കേരള PSC-യുടെ ഒരു എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ BSc നഴ്സിംഗ്, GNM അതൊക്കെ ഉള്ളവർക്കാവാം. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കൗൺസിലിലെ നഴ്സിംഗ് കൗൺസിലിൽ രജിസ്ട്രേഷൻ മസ്റ്റ് ആണ്. അതുപോലെ നിങ്ങളിപ്പോൾ അതർ സ്റ്റേറ്റ്സിൽ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, പക്ഷേ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. കേരള രജിസ്ട്രേഷൻ വെച്ചിട്ട് പറ്റത്തില്ല. സോ അപ്പോൾ ആ ഒരു സ്റ്റേറ്റ് കൗൺസിൽ ഏതാണോ ആ ഒരു കൺസേൺഡ് സ്റ്റേറ്റ് കൗൺസിൽ, നഴ്സിംഗ് കൗൺസിലിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ് വേറെ സ്റ്റേറ്റ്സിൽ സെറ്റിൽഡ് ആയിട്ടുള്ളവരുണ്ടാവാം. സോ അപ്പോൾ അവരുടെ രജിസ്ട്രേഷൻ കേരളത്തിലാണെങ്കിൽ നിങ്ങൾക്ക് കേരള PSC മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. സോ ആ ഒരു രജിസ്ട്രേഷൻ നിങ്ങൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറെ സ്റ്റേറ്റ്സിലുള്ള PSC എക്സാംസും നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. സോ അപ്പോൾ ഇതാണ് കേരള PSC-യുടെയും ബാക്കി എക്സാംസിൻ്റെയും ഒക്കെ സിലബസിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കാര്യം ഈ കോഴ്സിനെ കുറിച്ചാണ്. ഈ കോഴ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് 10 months, ഒരു 10 മാസത്തേക്കാണ് ഈ കോഴ്സ് ഉണ്ടാകുക. എല്ലാ ദിവസവും ഇതിൻ്റെ പ്രോഗ്രാം ഉണ്ടാവും. എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഉണ്ടാവില്ല. ആൾട്ടർനേറ്റ് ഡേയ്സിലാണ് ക്ലാസ് ഉണ്ടാകുക. അതായത് ഒരു വീക്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൺഡേ ആണ് ക്ലാസ്സെങ്കിൽ സൺഡേ ഈവനിങ് 8:30 to 9:30 എല്ലാ ക്ലാസ്സുള്ള ദിവസങ്ങളിൽ ഈവനിങ് ആണ്. ഈവനിങ് 8:30 to 9:30 ലൈവായിട്ട് സൂം ലൈവായിട്ടാണ് ക്ലാസ്സുകൾ ഉണ്ടാകുക. അതിനുശേഷം തൊട്ടടുത്ത ദിവസം ആ ക്ലാസ്സിൻ്റെ റെക്കോർഡിങ്, അതുപോലെ തന്നെ ആ ക്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരും. ആ ക്ലാസ് റെക്കോർഡിങ് ഇപ്പോൾ ചിലപ്പം ആളുകൾക്ക് ലൈവായിട്ട് ക്ലാസ് കാണാൻ പറ്റിയെന്നിരിക്കില്ല. കാരണം ഭൂരിഭാഗം നമുക്കിപ്പോൾ വന്ന ജോയിൻ ചെയ്തത് പ്രൈവറ്റ് നഴ്സസ് ആണ്. അപ്പോൾ അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്ക് പലപ്പോഴും നൈറ്റ് ഡ്യൂട്ടി അല്ലെങ്കിൽ ഈവനിങ് ഡ്യൂട്ടി വരും. അവർക്ക് തൊട്ടടുത്ത ദിവസമാണ് അതിൻ്റെ റെക്കോർഡിംഗ് കാണാൻ പറ്റുക. അപ്പോൾ തീർച്ചയായിട്ടും അത് കണ്ടാൽ മതി. ലൈവ് അറ്റൻഡ് ചെയ്യുന്നത് ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം അതിൻ്റെ റെക്കോർഡിംഗ് അവർക്ക് കാണാം. ആ റെക്കോർഡിംഗ് കണ്ട്
ആ ലൈവായിട്ടുള്ള റെക്കോർഡിംഗ് കണ്ടവർ തന്നെ തൊട്ടടുത്ത ദിവസം അതിൻ്റെ ടെസ്റ്റ് എഴുതുന്നു. അപ്പോൾ അതായത് ഒരു ദിവസം ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു, അതിൻ്റെ ടെസ്റ്റ് എഴുതുന്നു, അതിന് ശേഷമാണ് പിന്നെ അടുത്ത ദിവസത്തിലേക്ക് പോകുന്നത്, അടുത്ത സബ്ജക്റ്റിലേക്ക് പോകുന്നത്, അല്ല അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്, റെക്കോർഡിംഗ്, ടെസ്റ്റ് എന്നൊരു കണ്ടിന്യൂസ് പ്രോസസ്സിൽ പോവാണ്. 10 months കൊണ്ട് ഈ മുഴുവൻ എക്സാമുകൾക്കും, അതായത് ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് ആയ നോർസെറ്റ് ഫോർ എയിംസ്, ദെൻ MNS മിലിറ്ററി നഴ്സിംഗ് സർവീസ്, ESI, ദെൻ വി ടോൾ അബൌട്ട് റെയിൽവേ, ഇങ്ങനെയുള്ള എല്ലാ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിനും ഒപ്പം തന്നെ കേരള PSCയുടെ DHS DME എക്സാമുകൾക്കും മറ്റ് സ്റ്റാഫ് നഴ്സിംഗ് അസിസ്റ്റന്റ് എക്സാമുകൾക്കും ഈ ഒരു കോഴ്സ് വഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു സർക്കാർ ജോലിയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ആ രീതിയിലാണ് ഇതിൻ്റെ കണ്ടന്റ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അതുപോലെ കോഴ്സ് നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് ഇതൊരു ഫുൾ ടൈം ആയിട്ട് എടുത്ത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലിക്ക്, നിങ്ങൾ പ്രൈവറ്റ് ജോലി ചെയ്യുകയാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽ പല അറിയാമല്ലോ, ഇപ്പോൾ കുറേയധികം ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടു പല ഹോസ്പിറ്റലിൽ സ്ട്രൈക്കുകൾ നടക്കുന്നത്, അതായത് വേജ് ഇൻക്രീസിന് വേണ്ടി സ്ട്രൈക്കുകൾ നടക്കുന്നതായിട്ടൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ അത് വെച്ചപ്പോൾ ഗവൺമെൻറ് എത്രയോ മെച്ചമാണ്. വളരെ നല്ല രീതിയിലുള്ള ഒരു സാലറി, ബെറ്റർ ആയിട്ടുള്ള പാക്കേജ്, ഈവൻ നിങ്ങൾ എബ്രോഡ് പോകുന്നതിനെക്കാട്ടും നല്ല പാക്കേജ് ഇവിടെ കിട്ടുന്നുണ്ട്. അത്രയും നല്ല വർക്ക് അറ്റ്മോസ്ഫിയർ ഇന്ത്യയിലെ സർക്കാർ ഹോസ്പിറ്റലുകളിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് ഉതകുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിലെല്ലാം ഉപരി ഈ കോഴ്സിന് നമ്മൾ ഏറ്റവും കൂടുതൽ നെടുന്തുണായിരിക്കുന്നത് നമ്മുടെ ഫാക്കൽറ്റി തന്നെയാണ്. പ്രത്യേകിച്ച് മെഡിക്കോസ് ഹെഡായിട്ടുള്ള ഡോക്ടർ ഷമീർ, അതിൻ്റെ നേതൃത്വത്തിലുള്ള ഡോക്ടേഴ്സ്, ഒപ്പം തന്നെ നമ്മുടെ ബാക്കി നഴ്സിംഗ് ട്യൂട്ടേഴ്സ് എല്ലാം നിങ്ങളുടെ സഹായത്തിനായിട്ടുണ്ടാവും. ടെക്നിക്കൽ സൈഡിൽ നമ്മൾ സ്ട്രോങ് ആണ്. ഈ നോൺ ടെക്നിക്കൽ സൈഡായിട്ടുള്ള മെന്റൽ എബിലിറ്റി, മാത്സ്, ജനറൽ നോളജ്, ഈ മേഖലയിൽ നമ്മൾ PSC ടോക്സിന്റെ ടീം ഹെവി സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു നല്ല കൊളാബറേഷൻ ആണ്, നമുക്കിത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഡോക്ടർക്ക് എനിക്ക് തോന്നുന്നത് ഇത് തന്നെയായിരിക്കും കുട്ടികളോട് പറയാനുള്ളത്. ഉറപ്പായിട്ടും സാർ. അപ്പോൾ അവർക്ക് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇതിൽ നല്ലൊരു പ്ലാറ്റ്ഫോം കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡൗട്ട്ഫാണ്. അതായത് നോൺ ടെക്നിക്കൽ ആൻഡ് ടെക്നിക്കൽ രണ്ടും കൂടിയിട്ട് കമ്പൈൻഡ് ചെയ്തിട്ട് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കിട്ടിയിട്ടുള്ളത്. അത് നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് എല്ലാം ലൈവായിട്ട് ക്ലാസ്സിൽ കാണാം. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ളവർക്ക് PSC ടോക്സിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടുക, നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. ഓക്കെ, see you then. Thank you.